നമസ്കാരം വിദ്യാർത്ഥികളെ. പോഷൺ മാസാചരണത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇന്നിവിടെ പെൺകുട്ടികൾ മാസമുറ അല്ലെങ്കിൽ മെൻസ്ട്രുറേഷൻ ആ സമയത്ത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പാലിക്കണം എന്നുള്ളതിനെ കുറിച്ച് ചില ടിപ്സ് അല്ലെങ്കിൽ ചില പോയിന്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യമായിട്ട് സാധാരണ ഒരു പെൺകുട്ടികൾ പണ്ടൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള ഒരു 12 വയസ്സ് അല്ലെങ്കിൽ 13 വയസ്സ് ആ സമയത്താണ് മെനാർക്കെ എന്ന് പറയും, അല്ലെങ്കിൽ ആദ്യ ഋതുമതിയാവുന്നത്, ആദ്യത്തെ സമയത്ത് പുറത്താവുന്നത്. ഇപ്പോഴൊക്കെ കുറേ കുട്ടികൾ നോക്കിയാൽ 6ാം ക്ലാസ്സിൽ, അതായത് 10 വയസ്സ് അങ്ങനെയൊക്കെ ആവുമ്പോഴും ആവുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ പ്രധാന കാരണം അതെന്താന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ആഹാരശൈലി. ഇപ്പോൾ കുറേ കുട്ടികൾ നോക്കിയാൽ നമുക്ക് ഒന്നാമത് പഴയ കാലത്ത് നല്ല പോഷകാഹാരങ്ങൾ കിട്ടിയിരുന്നു. നമ്മൾ കഴിക്കുന്ന അരിയാണെങ്കിലും നമ്മൾ കഴിക്കുന്ന പച്ചക്കറികളാണെങ്കിലും എല്ലാത്തിലും നല്ല പോഷകങ്ങളായിരുന്നു നിറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് കിട്ടുന്ന അരി എന്ന് പറയുന്നത് പകുതിയും ഒരുപാട് പോളിഷ്ഡ് റൈസ് എന്ന് പറയും. അതിനെ ഒരുപാട് പോളിഷ് ചെയ്ത് അതിന് നല്ല വെളുവെളു എന്നുള്ള അരി, അങ്ങനത്തെ ഒരുപാട് പോളിഷ്ഡ് റൈസും അങ്ങനത്തെയൊക്കെയാണ് കിട്ടുന്നത്. പിന്നെ പച്ചക്കറികൾ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര ദിവസം പുറത്തു വെച്ചാലും പച്ചക്കറികൾ കേടുവരാറില്ല. എപ്പോഴൊന്നും ഒരു ഫലങ്ങളിലും, അതായത് ഫ്രൂട്ട്സിലും ഒരു പക്ഷി പോലും വന്ന് കൊത്തൊന്നും കാണാറില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ചത് വീട്ടിലത്തെ അല്ല, പുറത്ത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഓരോ പച്ചക്കറികളും ഫ്രൂട്ട്സും അതിൻ്റെതായ കാര്യങ്ങളാണ് പറയുന്നത്. കാരണം അതിലൊക്കെ നമുക്കറിയാം, അതിൽ ഒരുപാട് കെമിക്കൽസ്, അത് കേടുവരാതിരിക്കാൻ, അതിൻ്റെ ആ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെ ടേസ്റ്റ് കൊണ്ടുവരാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് കെമിക്കൽ അടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഭക്ഷണം, ഈ അരി, ഈ പച്ചക്കറി, ഈ ഫ്രൂട്ട്സ്, ഇതൊക്കെയാണ് നമ്മളും കഴിക്കുന്നത്. അപ്പൊ ആ കെമിക്കൽ നമ്മളെ അറിയാതെ നമ്മളുടെ ശരീരത്തിലേക്ക് പോകു ചെല്ലുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നോക്കിയാൽ, ആ പണ്ടൊക്കെ നമ്മളൊരു 10ാം ക്ലാസ് കുട്ടീനെ നോക്കിയാൽ നല്ലൊരു കുട്ടിത്തം തോന്നും. പിന്നെ 12ാം ക്ലാസ് അതിൻ്റെതായ വളർച്ച കാണും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ 10ാം ക്ലാസ് 10 വയസ്സാവുമ്പോഴേക്കും, 5ാം ക്ലാസ് 6ാം ക്ലാസ് ആവുമ്പോഴേക്കും ഋതുമതിയാവുന്നു. അവർക്ക് നോക്കുമ്പോൾ അവരുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു ഡ്രാസ്റ്റിക്, പെട്ടെന്നുള്ളൊരു വളർച്ചയായിരിക്കും. അപ്പൊ അതൊക്കെ കാരണം എന്താ വെച്ചാൽ ഈ കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ചെന്ന് അത് നമ്മുടെ ഹാർമോൺസിന് അത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നു അതിനനുസരിച്ചിരിക്കും ഓരോ ശരീരത്തിന്റെയും വളർച്ച. അപ്പൊ നമ്മൾ ഇപ്പോൾ അതുകൊണ്ട് പച്ചക്കറികൾ കഴിക്കരുത്, ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നല്ല. അപ്പൊ എന്താ വെച്ചാൽ അത് നമ്മൾ എത്രത്തോളം ക്ലീൻ ചെയ്ത് കഴിക്കാൻ പറ്റുമോ അതുപോലെ കഴിക്കണം. പിന്നെ ഈ വെസ്റ്റേൺ കൾച്ചർ കണ്ടിട്ട് ഒരുപാട് റോ വെജിറ്റബിൾസ്, പച്ചക്കറികൾ പച്ചയായിട്ട് കഴിക്കുക, അതല്ല നല്ലത്. എന്ത് സാധനവും വേവിച്ച് കഴിക്കൂ. പച്ചക്കറി ആണെങ്കിൽ നല്ല വേവിക്കും തോറും അതിന്റെ ഉള്ളിലുള്ള എന്ത് കെമിക്കൽസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ബാക്ടീരിയാസ് അതൊക്കെ ആണെങ്കിലും അത് കളഞ്ഞ് നമുക്ക് ആ വേവിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഇനിയും അതൊരു പോഷകമായി മാറും. അപ്പൊ നമുക്ക് വേണ്ട രീതിയിലുള്ള കുറച്ച് പോഷകാഹാരം അതിൽ നിന്ന് കിട്ടും. അപ്പൊ കെമിക്കൽസിന്റെ ഒരുവിധം ദൂഷ്യവശം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇനിയൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ഭക്ഷണത്തിന്റെ ഇനിയൊന്ന് ഭക്ഷണം പറയുന്നത് നമ്മുടെ ഈ പിസ്സ, ബർഗർ, പഫ്സ്. അതിപ്പോ നമ്മള് എല്ലാ കുട്ടികളെയും ഞാൻ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. കുറെ കുട്ടികൾ അതിലേക്ക് വീണ് പോകുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ എത്രത്തോളം ബേക്ക് ചെയ്ത് വരുന്നു അത്രത്തോളം നമ്മളുടെ ഹാർമോൺസിന് അല്ലെങ്കിൽ യൂട്രസിന്, ഓവറീസിന് കേടാണ്. അപ്പൊ നമ്മൾ അന്യ നാടുകളിൽ പിസ്സ കഴിക്കുന്നുണ്ടല്ലോ, ബർഗർ കഴിക്കുന്നുണ്ടല്ലോ, അവർക്ക് കുഴപ്പമില്ലോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിന്, അതായത് ഓരോ നാട്ടിനും അതിൻ്റെതായ ക്ലൈമറ്റിക് കണ്ടീഷൻസ്, അത് നമ്മുടെ ശരീരത്തിൽ ഒരു ജെനറ്റിക് ഉണ്ട്. ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയെ കണ്ടാൽ നമ്മൾ പറയും ഇതാ അച്ഛന്റെ ചായ, ഇതാ അമ്മയുടെ ചായ, അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ചായ. അപ്പൊ അതാണ് ആ ജെനറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീനിൽ നമുക്ക് പരിചയപ്പെട്ട ഒരു സാധനം ഉണ്ട്. അത് നമ്മളുടെ ഫുഡ്, നമ്മളുടെ ക്ലൈമറ്റ്, അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മളുടെ ശരീരത്തിന്റെ ഒരു ഇതൊക്കെ. പക്ഷെ അവരുടെ കൾച്ചർ, അവരുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വ്യത്യാസമാണ്. നമ്മളുടെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വേറെ ക്ലൈമറ്റ് ആണ്. അപ്പൊ അവര് കഴിക്കുന്ന എന്തോ അവരത് ചെയ്യുന്നു, അത് നമ്മളും ചെയ്യണം, അങ്ങനെയല്ല. അതേപോലെ തന്നെ വസ്ത്രധാരണം. പെൺകുട്ടികൾ ജീൻസ് ഇടാം, ഞാൻ വേണ്ട എന്ന് പറയുന്നില്ല. പക്ഷെ പ്രത്യേകിച്ച് മെൻസ്ട്രൽ പീരിയഡ്, അതായത് നമ്മൾ പുറത്താവുന്ന സമയങ്ങളിൽ കഴിയുന്നതും ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങൾ, ജീൻസ് ഒക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക.
കാരണം ആ സമയത്ത് നമുക്ക് നോർമൽ മെൻസ്ട്രൽ ഫ്ലോ വേണം. ആ സമയത്ത് നമ്മൾ ആ യൂട്രസ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടൈറ്റ് ആക്കി വെച്ച് ടൈറ്റ് പാൻറ്റീസ് അല്ലെങ്കിൽ ടൈറ്റ് ജീൻസ് അങ്ങനെയൊക്കെ ഇടുന്നത് ശരീരത്തിന് വീണ്ടും കേടാണ്. കാരണം നമ്മൾ ആ സമയത്ത് അവിടെ ഉണ്ടാവുന്നത് ശുദ്ധിയാണ് ശരിക്കും ഉണ്ടാവുന്നത്. യൂട്രസിന് ക്ലെൻസ് ചെയ്യാണ്, ഓവറീസും ഇതൊക്കെ ക്ലെൻസ് ആയി ആ എൻഡോമെട്രിയം വീഴാണ്. അപ്പൊ അത് വീഴാതെ ഇരുന്ന് നമ്മൾ അവിടെ ഒരുപാട് ചൂടാക്കി കൊണ്ടുവരുത്. നോർമൽ റൂം ടെമ്പറേച്ചർ എന്നൊക്കെ പറയാം. നോർമൽ ടെമ്പറേച്ചറിൽ അത് ഇരുന്നു കൊണ്ട് അത് നല്ല ശുദ്ധിയാവണം. അപ്പോഴേ നല്ല നോർമൽ ഫ്ലോ വരുള്ളൂ. ആ നോർമൽ ഫ്ലോ വന്നു കഴിഞ്ഞാൽ എൻഡോമെട്രിയം പോയി വീണ്ടും നമ്മൾക്ക് 28 ദിവസം അല്ലെങ്കിൽ 25 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തില് അടുത്ത പീരിയഡ്സ് ആവാനുള്ളൊരു ശരീരത്തിനെ പാകപ്പെടുത്താൻ പറ്റും. അപ്പൊ കഴിയുന്നതും മെൻസ്ട്രൽ സമയത്ത് ജീൻസ് അങ്ങനത്തെ ടൈറ്റ് വസ്ത്രങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതേമാതിരി പാഡ്സ് യൂസ് ചെയ്യുന്നത്. ചിലവര് രാവിലെ സ്കൂളിലേക്ക് പാഡ്സ് വെച്ച് പോയിട്ട് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ബാത്റൂം യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്ക് അവിടുത്തെ ക്ലെൻലിനെസ് വൃത്തി ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ യൂറിൻ മൂത്രം ഒഴിക്കാറില്ല, പാഡ് മാറ്റാറില്ല. അതൊക്കെ ശരിക്കും ശരീരത്തിന് കേടാണ്. കാരണം പാഡ് എന്ന് പറയുന്നത് അതിലൊരുതരം കെമിക്കൽ ഉള്ളത് കാരണമാണ് ആ വീഴുന്ന ബ്ലഡിനെ ക്ലോട്ട് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കെമിക്കൽ ആയിട്ടുള്ള പാഡ് നമ്മൾ ഒരു 4 to 5 hours അല്ലെങ്കിൽ 5-6 മണിക്കൂറിന് ശേഷം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ ശരീരത്തിന് വീണ്ടും അത് കേടുവരും. കാരണം അതിൽ ഉള്ള ബാക്ടീരിയാസ് വീണ്ടും, കാരണം നമ്മളുടെ സ്ത്രീകളുടെ വെജൈനൽ പാർട്ട് അല്ലെങ്കിൽ ആ പാർട്ട് എന്ന് പറയുന്നിടത്ത് നമ്മുടെ യൂറിനറി പാർട്ടും മോഷൻ പോണ ആനസും എല്ലാം വളരെ അടുത്തടുത്താണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ചെറുതായിട്ടുള്ള ബാക്ടീരിയൽ എന്തെങ്കിലും ഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ യൂറിനറി ട്രാക്റ്റിലേക്ക് ചെന്ന് വീണ്ടും അവിടെ യൂറിനറി ഇൻഫെക്ഷൻ വരാനോ അല്ലെങ്കിൽ വെജൈനൽ ഇൻഫെക്ഷൻ തന്നെ വരാനോ സാധ്യതകൾ ജാസ്തിയാണ്. അതുകൊണ്ടാണ് പാഡ് എവറി 6 hours എങ്കിലും മാറ്റണം എന്ന് പറയണം. അതേമാതിരി മൂത്രം ഒഴിക്കണം. നമ്മൾ മൂത്രം ഒഴിക്കാതെ വെച്ചുകൊണ്ട് ഇരുന്നാലും ആ യൂറിനറി ബ്ലാഡറിൽ വരുന്ന ഒരു ഹീറ്റ് ഡിഫറൻസ് അത് നമ്മളുടെ പീരിയഡ് സമയത്ത് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് എത്രയും ക്ലീൻ നമ്മൾ മാക്സിമം വെള്ളം ഉണ്ടാവും, വാട്ടർ അവൈലബിലിറ്റി വെച്ചിട്ട് വെള്ളം വെച്ച് ക്ലീൻ ആക്കി നമ്മൾ യൂറിൻ പാസ് ചെയ്യണം. കൺട്രോൾ ചെയ്യരുത്. പാഡ്സ് എവറി 6 hours മാറ്റിയിരിക്കണം. അതേമാതിരി പാഡ് ഡിസ്പോസ് ചെയ്യുമ്പോൾ, പാഡ് കളയുമ്പോൾ നമ്മൾ അതിൽ ഇതർ ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് റാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഡസ്റ്റ്ബിനിലിടാൻ. അങ്ങനെ കൊണ്ട് ഇടരുത്. 2 കാരണം. ഒന്ന് നമ്മുടെ ഹൈജീൻ. കാരണം ആ വീഴുന്ന ആ പാഡിൽ നിന്ന് വരുന്ന ബാക്ടീരിയസ് നമ്മൾ മറ്റൊരാൾക്ക് അഫക്ട് ചെയ്യാൻ പാടില്ല. ഇനിയൊന്ന് നമ്മൾ ഇത് കൊണ്ടുപോയി ഡസ്റ്റ്ബിനിലോ അല്ലെങ്കിൽ വേറെ എവിടെയോ ഇടും, അത് ആരെങ്കിലും ക്ലീൻ ചെയ്യുമ്പോൾ അവർക്കും അതിൽ നിന്ന് വരുന്ന ബാക്ടീരിയ സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ മാക്സിമം അത് ക്ലീൻ ചെയ്ത് റാപ്പ് ചെയ്ത് പൊതിഞ്ഞിട്ട് വേണം കളയാൻ. പിന്നെ പറഞ്ഞത് നമ്മളുടെ ഇനിയൊരു വസ്ത്രധാരണത്തിൽ ഇനിയൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതായത് ബ്രെയിനിലുള്ള പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ആണ് നമ്മുടെ 2 ഹാർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. അതാണ് നമ്മളുടെ ശരിക്കും ഒരു സ്ത്രീത്വമാണെങ്കിൽ സ്ത്രീത്വത്തിന്, ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അതിന്. അപ്പൊ ആ ഹാർമോൺസ് ആണ് നമ്മളെ ശരിക്കും ഒരു സ്ത്രീയായി മാറ്റുന്നത്. ലൈക്ക് അത് നമ്മൾ പ്യൂബർട്ടി, നമ്മൾ മെനാർക്കി അറ്റൻഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ ഹാർമോൺസ് ജാസ്തി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ പഴയ കാലത്തൊക്കെ നോക്കിയാൽ കാണാം, ചെറുപ്പത്തിൽ കുട്ടികളൊക്കെ ഉടുപ്പിട്ടുണ്ടാവും. പിന്നെ ആ ഒരു മെനാർക്കി അല്ലെങ്കിൽ പ്യൂബർട്ടി നമ്മൾ ആ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹാഫ് സാരി, ധാവണി ആയിരിക്കും ഇടുന്നത്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ സാരി. അപ്പൊ അതിനൊക്കെ ശരിക്കും പണ്ടത്തെ കാലത്ത് എല്ലാവരും കുട്ടികളായാൽ ഹാഫ് സാരി ഉടുക്കണം, കുട്ടികളായ സാരി ഉടുക്കണം. പക്ഷെ നമ്മുടെ കാരണവന്മാർ നമുക്ക് പറഞ്ഞു തന്ന പല കാര്യങ്ങളിലും അവര് സയന്റിഫിക് ആയിട്ട് കോറിലേറ്റ് ചെയ്ത് പറയാൻ വിട്ടുപോയി എന്നല്ലാതെ അതിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് അർത്ഥങ്ങളും ഉണ്ട്. അതിൽ ഞാൻ പറയാം, ഈ ഹാഫ് സാരി ഉടുക്കുക അല്ലെങ്കിൽ സാരി ഉടുക്കുക, അതെന്താ കാരണം? നമ്മൾ അറിയാതെ തന്നെ, ഇപ്പൊ ഞാൻ പറയാം, നമ്മളിപ്പോ ഞാൻ ഈ സാരി ഉടുത്തിരിക്കണം, ഇതേ സ്ഥാനത്ത് ഞാൻ ചുരിദാറോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പോ ഇട്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അത്ര ശ്രദ്ധിക്കില്ല, എന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് ഞാൻ ബോധേഡ് ആയിരിക്കില്ല. അതിപ്പോ ഞാൻ ഈ സാരി ഉടുക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ സാരി ഇങ്ങനെ ആക്കും, അല്ലെങ്കിൽ നമ്മൾ സാരി അയ്യോ വയറ് കാണുന്നുണ്ടോ, അങ്ങനെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ശരീരത്തിനെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങും. അപ്പൊ നമ്മളുടെ ആ ബ്രെയിനിൽ നമ്മളുടെ ആ ഹാർമോൺസ് ഡെവലപ്പ് ആയി തുടങ്ങുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ആ സ്ത്രീത്വം, ആ സ്ത്രൈന്യ ഭാവങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ തന്നെ നമ്മളുടെ
ഒരു വെജൈനൽ പാർട്ടിന്റെ മെച്യൂരിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ബ്രസ്റ്റിന്റെ മെച്യൂരിറ്റി ആണെങ്കിലും അതൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും ഈ വസ്ത്രധാരണത്തിൽ ഉണ്ടാവുന്ന ഈ ഹാർമോൺ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയ കാരണം. അതല്ലാതെ നമ്മൾ പലപ്പോഴും നോക്കുമ്പോൾ ജീൻസും ടോപ്സും ഇതൊക്കെ ഇട്ട് നടക്കുമ്പോൾ നമുക്ക് അറിയുന്നില്ല, നമ്മൾ കാഷ്വൽ ആണ്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അത്രത്തോളം ഹാർമോൺസ് നമുക്ക് പതുക്കെയാണ് ഡെവലപ്പ് ആവുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പൊ നോക്കുമ്പോൾ കുറെ പേർക്ക് PCO. അതിന് പ്രധാന കാരണം ഇത് ഒരെണ്ണമാണ്, നമ്മുടെ ഹാർമോൺസ് ഡെവലപ്മെന്റിന്റെ കാരണം. എല്ലാവരും കാഷ്വൽസ്, ചുടിദാർസ്, ടോപ്സ്, ലെഗിൻസ് എല്ലാം ആവാം. പക്ഷെ നമ്മളുടെ ഹാഫ് സാരിയും പലപ്പോഴും ഉടുക്കുമ്പോഴേ നമ്മളുടെ ശരീരത്തിൽ സ്ത്രീത്വം ഉണ്ടാവുള്ളൂ, ഹാർമോൺസ് ഡെവലപ്പ് ആവുള്ളൂ. അപ്പൊ ഈ ഫ്യൂച്ചറിൽ വരുന്ന PCO അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവായി. അപ്പൊ ഒരുപാട് സ്ഥലത്ത് നോക്കി എത്ര ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്, അതായത് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമ്മൾ ഈ സമയം തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങിയ നമ്മുടെ ശരീരത്തിൽ ആ ഫീമെയിൽ ഹാർമോൺസ് നമുക്ക് നല്ല ഉണ്ടാക്കാൻ പറ്റും. പിന്നെ വൈറ്റമിൻ D അത് നമുക്ക് സണ്ണിൽ നിന്ന് കിട്ടും. പക്ഷെ അത് കിട്ടുന്നെങ്കിൽ എങ്ങനെയാ, അത് മോസ്റ്റ്ലി അബ്സോർബ് ചെയ്യുന്ന സ്ഥലം, അതായത് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റിന്റെ ഒക്കെ താഴെ, ചെസ്റ്റിന്റെ ഇവിടുന്നും ത്രൂ അംബ്ലിക്കസ് ഈ സ്ഥലത്താണ്. അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഈ സാരിയും ഇതൊക്കെ ഉടുക്കുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് അബ്സോർബ് ചെയ്യും. സോ നമുക്ക് നാച്ചുറൽ ആയിട്ട് വൈറ്റമിൻ D ശരീരത്തിൽ ഉത്പാദിപ്പിച്ചിരുന്നു. ആണുങ്ങൾക്ക് എന്ന് പറയുമ്പോൾ അവര് ഷർട്ടൊന്നും ഇട്ട് ചെയ്യുന്നില്ല, വെറും ഒരു 2 മുണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് നടക്കാറ്. ഇപ്പൊ നോക്കുമ്പോൾ എല്ലാരും ഫുള്ളി കവേർഡ് ആണ്, വസ്ത്രത്തിനെ കുറിച്ച് ആർക്കും ബോധേഡ് അല്ല. സോ എല്ലാം കവേർഡ് ആയ കാരണം വൈറ്റമിൻ D അതായത് ഇന്നിപ്പോൾ ടാബ്ലറ്റ് ഫോമിൽ എല്ലാവരും കഴിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതൊക്കെ നമുക്ക് കഴിയുന്നതും നമ്മളുടെ ഈ വസ്ത്രധാരണം, നമ്മളുടെ ആഹാരം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പലതും നമുക്ക് നാച്ചുറലായിട്ട്, അതായത് ശരീരത്തിൽ തന്നെ നമുക്ക് എല്ലാം ഭഗവാൻ ശരീരത്തിൽ തന്നിട്ടുണ്ട്. നമ്മളത് വേണ്ട രീതിയിൽ നമുക്ക് ട്യൂൺ ചെയ്ത് എടുക്കാൻ അറിയുന്നേ ഉള്ളൂ. അത് നമ്മളൊന്ന് ട്യൂൺ ചെയ്തെടുത്താൽ മതി. പിന്നെ ആദ്യം മെനാർക്കെ ആകുന്ന ആദ്യത്തെ സമയത്ത് ഫസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നല്ല കറുത്ത എള്ള്, സ്വീറ്റ്സ്, നെല്ലെണ്ണ കൊണ്ട് കണ്ടുണ്ടാക്കിയ ഒരുപാട് പലഹാരങ്ങൾ അതൊക്കെ ഒരുപാട് ശരീരത്തിന് നല്ലതാണ്. പണ്ടുള്ളവർ പറയും അതൊക്കെ സ്വീറ്റ്സ് മധുരം കഴിക്കണം, എള്ള് കഴിക്കണം. അതൊക്കെ വെറും അതിന്റെ സയന്റിഫിക് റീസൺ എന്ന് പറയുന്നത് ഈ ഹാർമോൺസിനെ സപ്പോർട്ട് ചെയ്യും, ഓവറീസിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മളുടെ പ്യൂബർട്ടി സമയത്ത്, അതായത് ഈ മെനാർക്കെ സമയത്ത് നമ്മൾ ശരീരത്തിന് എത്രത്തോളം നമ്മുടെ ഫീമെയിൽ ഹാർമോൺസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂ, അതുപോലെ നമുക്ക് നന്നായിരിക്കും. പിന്നെ ഇനിയൊരു കാര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് ആരും, അതായത് നമ്മൾ ഈ 10 വയസ്സോ 12 വയസ്സോ അത് മുതൽ 18 വയസ്സ് അല്ലെങ്കിൽ 20 വയസ്സ് വരെ ആരും ഡയറ്റിംഗ് ഇരിക്കരുത്. കാരണം ആ സമയത്താണ് നമ്മളുടെ ശരീരത്തില് വളർച്ചയുടെ സമയം. അപ്പൊ നമുക്ക് ഓരോരുത്തരും ഓരോ ശരീരം ഓരോ പലയായിരിക്കും. എല്ലാ പെൺകുട്ടികൾക്കും ശരീരം, പെൺകുട്ടികളെന്നല്ല ആൺകുട്ടികൾക്കായാലും ഓരോരുത്തർക്കും ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ദെയർ ഓൺ ഐഡന്റിറ്റി. അവർക്ക് അവരുടേതായ വളർച്ച പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ ചില കുട്ടികൾക്ക് പെട്ടെന്ന് വളർച്ച ഉണ്ട്, അപ്പൊ വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഡയറ്റിംഗ് ചെയ്യാം, അത് തെറ്റാണ്. നമ്മളൊരു 20 വയസ്സിന് ശേഷം, അതാണ് ആ ടീനേജ് എന്നൊക്കെ പറയില്ലേ, ആ സമയത്ത് നമുക്ക് രണ്ടും അല്ലാത്തൊരു പ്രായം. അപ്പൊ നമ്മൾ വളർന്ന് ശരീരവും ശരി മനസ്സും മൈൻഡും ഒക്കെ വളർന്ന് മെച്യൂർ ആവുന്ന പ്രായമാണത്. ആ സമയത്ത് നമ്മൾ ഡയറ്റിംഗ് ഇരിക്കരുത്. നമ്മുടെ ശരീരത്തിനെ വളരാൻ വിടണം. നമ്മുടെ ശരീരം വളർന്നു, ഓക്കെ, നമുക്കൊരു പ്രായം എത്തി, ഇനി നമ്മൾ ശരീരം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഓവർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ പോരാ, വെയിറ്റ് പോരാ, അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് കുറച്ചും കൂടി നമ്മൾ ഒരു 20 വയസ്സിന് ശേഷം ഡയറ്റിംഗ് ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാനോ പാടുള്ളൂ. അതുവരെ നമ്മൾ വെയിറ്റ് കൂടുന്നു അല്ലെങ്കിൽ വല്ലാതെ എനിക്ക് ബ്രസ്റ്റ് ഡെവലപ്പ് ആവുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഡയറ്റിംഗ് ഇരിക്കരുത്. പിന്നെ എന്ത് കാര്യം വന്നാലും പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ അമ്മയായിരിക്കണം. നിങ്ങൾക്ക് എന്ത് ചെറിയ കാര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ വലിയ കാര്യമായിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഷെയർ ചെയ്യണം. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഓക്കെ, കംഫർട്ടബിൾ വിത്ത് ഫ്രണ്ട്സ്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് സുഖമായിരിക്കും. പക്ഷേ ഫ്രണ്ട്സ് ഒരിക്കലും ഡോക്ടേഴ്സ് അല്ല, ഫ്രണ്ട്സ് ഒരിക്കലും എക്സ്പീരിയൻസ്ഡ് അല്ല. ഫ്രണ്ട്സും നിങ്ങളുടെ അതേ സമപ്രായക്കാരാണ്, നിങ്ങളുടെ അതേ സ്റ്റേജിലുള്ളവരാണ്, അതേ കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. അപ്പൊ നിങ്ങളുടെ അമ്മയായിരിക്കണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം മേ ബി ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാവുള്ളൂ, ചെറിയ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, അത് അമ്മയ്ക്ക് സോൾവ് ചെയ്ത് തരാം. അമ്മ പറയും ഇത്രേ ഉണ്ടാവുള്ളൂ എന്ന്.
അല്ല ചില മേജർ ഇഷ്യൂസ് ഉണ്ടാവാം, അത് മെഡിക്കൽ അഡ്വൈസ് വേണ്ടി വരും. അങ്ങനത്തെ കണ്ടീഷൻ ആണെങ്കിൽ അമ്മ നിങ്ങളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തോ ഡിസ്കസ് ചെയ്യുക, ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഫ്രണ്ട്സ് നിങ്ങൾക്ക് അവര് കണ്ട് അല്ലെങ്കിൽ അവര് ബാക്കി ഫ്രണ്ട്സിനായിട്ട് ഡിസ്കസ് ചെയ്ത് അല്ലെങ്കിൽ അവര് വേറെ വല്ല മീഡിയാസിന്ന് കണ്ട ഒരു ചെറിയ അറിവ് വെച്ച് നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടാം, നിങ്ങളെയും ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെറിയ ഇഷ്യൂ ഉള്ളത് നിങ്ങളൊരു വലുതായി വിചാരിക്കാം, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിടാം. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്തോളൂ, പക്ഷെ എല്ലാത്തിലും ഉപരി അമ്മയായിരിക്കണം നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്. കാരണം അമ്മയ്ക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ കറക്റ്റായിട്ട് പറ്റുള്ളൂ. അമ്മ പറയുന്നത് നിങ്ങൾ അതുപോലെ കേട്ടാൽ മതി. നിങ്ങൾ പല കുട്ടികളും കാണാം ഇന്ന് അമ്മ എന്നെ അത് ചെയ്യണോ, അമ്മ സ്ട്രിക്റ്റ് ആക്കണോ, അമ്മ ചെയ്യും. പക്ഷെ അതല്ല, നമ്മൾ ഇന്ന് കാണുന്നുണ്ട് സൊസൈറ്റിയിൽ ഒരുപാട് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും വഴിമാറി പോകുന്നതൊക്കെ. അപ്പൊ നമ്മുടെ കുട്ടികൾ അങ്ങനെ ആവരുത് എന്നുള്ളൊരു ഇതിൽ മാത്രമാണ് അമ്മമാർ കുറച്ചൊരു സ്ട്രിക്റ്റ് ആവുന്നത്. അല്ലാതെ ഒരിക്കലും അമ്മമാര് സ്ട്രിക്റ്റ് ആവുന്നതല്ല. അവരും നിങ്ങളെ പോലെ ഈ പ്രായം കടന്നു വന്നവരെ തന്നെയാണ്. മേ ബി ഇന്നുള്ള അത്ര ഒരു എക്സ്പോഷർ ഉണ്ടാവില്ലായിരിക്കാം അന്ന് കാരണവന്മാര് പറഞ്ഞു അവർ ചെയ്തു. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് കാരണവന്മാര് പറയുന്നത് വിത്ത് സയന്റിഫിക് റീസൺ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾ ചെയ്യും, അത്രയേ ഉള്ളൂ. സോ എന്തായാലും അമ്മയായിരിക്കണം നിങ്ങളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത്, അത് മറക്കരുത്. അതെ, ഐ തിങ്ക് ഇതോടുകൂടി നമുക്ക് നിർത്താം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ബാക്കി പറഞ്ഞതൊക്കെ ഫോളോ ചെയ്യാം. എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.